ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അംഗന്റെ പുത്രനായ വേനന്റെ ദുർഭരണം, ആ ദുർഭരണം പ്രജകൾക്ക് വലിയ ദോഷമുണ്ടാക്കിയെന്നും അവര് ഋഷീശ്വരന്മാരെ പോയി പ്രാപിച്ചു. ഋഷീശ്വരന്മാര് വേനനോട് ധർമ്മമാർഗത്തെക്കുറിച്ച് ഉപദേശിച്ചു. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്ത ആ വ്യക്തി, അല്ലെങ്കിൽ വേനൻ, ദുഷ്ടൻ, അവൻ ഋഷീശ്വരന്മാരെ നിന്ദിക്കാനുണ്ടായി. തത്ഫലമായിട്ട് ഋഷീശ്വരന്മാരുടെ ആ ഒരു ഹുങ്കാരത്തിൽ വേനൻ ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് വേനന്റെ ശരീരത്തിൽ നിന്നാണ് പൃഥു എന്ന് പറയുന്ന ഒരു ഭഗവത് അവതാരം, പൃഥു അർച്ചിസ്, ഒരു സ്ത്രീ പുരുഷ ഭാവത്തിൽ വന്ന. അപ്പോൾ അവിടെ പൃഥുവിൻ്റെ ഭരണം പിന്നീട് കെങ്കേമമായി എന്ന് പറയും. പ്രജകൾക്ക് എല്ലാ തരത്തിലുള്ള ക്ഷേമവും, പ്രജകൾ ഓരോരുത്തരും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ ശോഭിക്കാൻ എന്തെന്ത് കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാനും തങ്ങളുടെ കഴിവുകളിലൂടെ അവർക്ക് അവരുടെ കുടുംബത്തെ പാലിക്കാനുമുള്ള ശേഷി ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഇതാണ് പൃഥു ചെയ്തത്. അതായത് മുമ്പ് ഭരിച്ചിരുന്ന വേനന്റെ ദുർഭരണം കൊണ്ട് എല്ലാം കൊള്ളയടിക്കപ്പെടുന്നു എന്ന് കണ്ട സമയത്ത് ഭൂമിദേവി എല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു തുടങ്ങി. അതായത് ഒരു ഭരണാധികാരി ദുർഭരണം ചെയ്യുമ്പോൾ, എല്ലാം കൊള്ളയടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുമ്പോൾ സർവത്തിൻ്റെയും മാതൃസ്ഥാനത്തിരിക്കുന്ന ഭൂമിദേവി ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനൊക്കെ ഒതുക്കി വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടായിച്ചാൽ അമ്മ എല്ലാം ഭൂമിയിൽ ഒതുക്കി വെച്ചു എന്ന് പറയും. പിന്നീട് വേനന് ശേഷം പൃഥു എന്ന നീതിമാനായ ധർമ്മിഷ്ഠനായ രാജാവ് ഭരിച്ച സമയത്ത് അപ്പോഴും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ക്ഷേമങ്ങൾ ലഭിക്കുന്നില്ല. അതെല്ലാം ഭൂമി തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിയെ ശാസിക്കാൻ പോവുകയാണ് പൃഥു. അപ്പോൾ ഭൂമി ദേവി ആ പൃഥുവിൻ്റെ ആ ഒരു വരവ് കണ്ട് ഭയന്നൊരു പശുവിൻ്റെ ഗോരൂപം ധരിച്ച് ഓടിന. പൃഥു ഭൂമിയുടെ പിന്നാലെ ഓടിയിട്ട് പറഞ്ഞു, എന്താ എൻ്റെ പ്രജകൾക്ക് വേണ്ടതൊക്കെ യഥാസമയം നീ കൊടുത്തിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം ഇല്ലാണ്ടാക്കും. അപ്പം പറഞ്ഞത്രേ, ഞാൻ സ്ത്രീഭാവത്തിലാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ കൊല്ലില്ല, സ്ത്രീയെ കൊല്ലാൻ പാടില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, സ്ത്രീ ആയാലും വേണ്ടില്ല, പുരുഷനായാലും വേണ്ടില്ല, ധർമ്മം വിട്ടിട്ട് ആര് ചെയ്താലും അവരെ അപ്പം നേരെ ശിക്ഷിച്ചിരിക്കും. അപ്പം ഗോരൂപം ധരിച്ച ഭൂമിദേവി ചോദിച്ചു, എന്നെ ഇല്ലാണ്ടാക്കി അങ്ങ് അങ്ങയുടെ പ്രജകളെ എവിടെ നിർത്തും? ഭൂമി ഇല്ലാണ്ടായ ഈ പ്രജകളെ അങ്ങ് എവിടെ വെച്ച് സംരക്ഷിക്കും? അപ്പോൾ പൃഥു പറഞ്ഞു, ഞാൻ എൻ്റെ യോഗപ്രഭാവം കൊണ്ട് ഞാൻ എൻ്റെ പ്രജകളെ സംരക്ഷിക്കും, ഞാൻ വേറെ ഒരു സംവിധാനം ഉണ്ടാക്കും. പൃഥുവിനെ ഉണ്ടാക്കി എന്നൊക്കെ വരും. അപ്പം ഭൂമിദേവിക്ക് തോന്നി, ഞാൻ വെറുതെ വേണ്ടാത്ത നിൽക്കണ്ട. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു അത്രേ, ഭൂമിദേവി ഗോരൂപം ധരിച്ചു എന്നാ സംസാരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭൂമിദേവി പറഞ്ഞു അത്രേ പൃഥുവിനോട്, ഹേ മഹാത്മൻ, അങ്ങ് മഹാത്മാവാണ്, ഭഗവത് അവതാരാണ്, എനിക്ക് പ്രജകളോടൊരു വിരോധമില്ല, പ്രജകളെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു, എല്ലാം എൻ്റെ മക്കളാണ്, ജഗത് ജനനിയല്ലേ ഞാൻ. പക്ഷേ ദുർഭരണത്തോട് കൂടിയിട്ട്, അനീതിയോട് കൂടിയിട്ട് ഒരാൾ ജനങ്ങളെ ഉപദ്രവിക്കുകയും എല്ലാ സമ്പത്തിനെ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്ക് സുഖമായി സുഭിക്ഷമായി കഴിയാൻ വേണ്ടതിനെ ഞാൻ മാറ്റിവെക്കും. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. അങ്ങ് നീതിമാനായ ഒരു ഭരണാധികാരിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങയുടെ പ്രജകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എന്നിൽ നിന്ന് കറന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു പശുക്കുട്ടിയെ വെച്ചിട്ട് കറന്നെടുക്കുന്നത് പോലെ ഭൂമിയിൽ നിന്ന് വേണ്ടതൊക്കെ ഓരോരുത്തർ കറന്നെടുത്തു എന്നാ. പൃഥു ഒരു വത്സത്തെ പോലെ നിന്നിട്ട് ഓരോരുത്തർ ഋഷിമാർ അവർക്ക് വേണ്ടത് ഭൂമി ദേവിയിൽ നിന്ന് വെച്ചാൽ ആ ഗോരൂപം ധരിച്ചിരിക്കുന്ന ആ ഒരു ഭൂമി ഇപ്പം എങ്ങനെ നിൽക്കുന്നത്, ഒരു ഗോരൂപം ധരിച്ചിരിക്കുക, ഒരു പശുവിൻ്റെ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളതായ പശുവിൽ നിന്ന് ആ അകിട്ടിൽ നിന്ന് വേണ്ടത് ഓരോരുത്തർക്ക് കറന്നെടുക്കാനായിട്ട് വത്സത്തെ സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് കറന്നെടുത്തു. ചില ഋഷിമാർക്ക് വേണ്ടത് എന്താ, ജ്ഞാനമാണ്, അവരത് കറന്നെടുത്തു. ഓരോരുത്തർ അവർക്ക് വേണ്ടത് കറന്നെടുത്തു. ചിലർ യജ്ഞം, അത് വേണ്ടത് കറന്നെടുത്തു. വേറൊരു കൂട്ടർ എന്താ വെച്ചാൽ അത്. അപ്പോൾ നമുക്കിത് കഥയാണ്. ഇവിടെ കഥ എപ്പോഴും കഥയായിട്ട് തന്നെയാണ് പോവുക. അതിൻ്റെ സൂക്ഷ്മ അല്ലെങ്കിൽ സാരം മനസ്സിലാക്കുക. എന്താ അത്? ഇപ്പോൾ ജ്ഞാനികളായി വിദ്വാൻമാരായിട്ടുള്ളവർ ഋഷിമാർക്ക് വേണ്ടത് ജ്ഞാനമാണ്, അറിവാണ്. ആ അറിവിനെ സഹായിക്കുന്നതായ യജ്ഞങ്ങളാണ് അവർക്ക് അഭികാമ്യം. അപ്പം അത് ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗോരൂപം ധരിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറഞ്ഞ അർത്ഥം ഓരോരുത്തർക്കും ഭൂമിയിൽ അവരവരുടേതായ രീതിയിൽ ധർമ്മമാർഗത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ ഭൂമി സജ്ജമായി എന്നർത്ഥം. വെച്ചാൽ ഉത്തമനായ ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ, നീതിമാനായ ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി എല്ലാവർക്കും വേണ്ടതായതിനെ നൽകാൻ പ്രാപ്തമാണ്. ഇവിടെ എല്ലാം കിട്ടും, എല്ലാം ഇവിടെ ഉണ്ട്. ധർമ്മമാർഗത്തിലൂടെ പോകുന്നവർക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് നേടാം. ഭൂമി അതിന് സജ്ജമാണെന്നാണ്. അപ്പോൾ ആ ഒരു തത്വം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഋഷിമാർക്ക് വേണ്ടതായ ജ്ഞാനം, അതിനൊതുങ്ങുന്നതായ യജ്ഞാദികളെ എല്ലാം പശുവിനെ വെച്ചുകൊണ്ട് അവർ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി പശുവായി എന്നല്ല അതിൻ്റെ അർത്ഥം. ആ ഭൂമിയിൽ നിന്ന് നമുക്ക് കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പശുവിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ ക്ഷീരം അല്ലേ, പാല് കറന്നെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് കറന്നെടുക്കുക? കുട്ടിയെ മുമ്പിൽ വെച്ച് കൊടുത്ത് കുട്ടിയെ കാണിച്ചിട്ടാണ് കറന്നെടുക്കുക. അപ്പോൾ ഈ പൃഥുവിനെ വെച്ചിട്ട് ഈ പറയുന്ന വേണ്ടതെല്ലാം കറന്നെടുക്കുകയാണ് അവരെല്ലാവരും നിമിത്തം. അപ്പം അതായത് പ്രജകൾക്ക് വേണ്ടതൊക്കെ നൽകാൻ ഭൂമിയെ പ്രാപ്തമാക്കി, അല്ലെങ്കിൽ പ്രജകളെ പ്രാപ്തമാക്കി എന്നാ. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കൽ മാത്രമാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യം. അല്ലാതെ തൊഴിലില്ലായ്മ വേതനം കൊടുക്കല്ല വേണ്ടത്. തൊഴിലില്ലായ്മയ്ക്ക് ശമ്പളം കൊടുക്കുക ലോകത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ മനുഷ്യന് പണിയെടുക്കാൻ തീരെ വയ്യ, മുറ്റടിക്കാൻ ബംഗാളി വരണം, നമ്മുടെ പതുക്കങ്ങൾ നീട്ടി വരിക, നീ എങ്ങോട്ട് വൈകിയും ചോദിക്കും അവരോട്, ബംഗാളിയോട്. അത്രയ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ട്. എങ്ങോട്ടാ എവിടെയൊക്കെ പോയി. ഇപ്പോൾ ശാന്തി, ചില അമ്പലത്തിൽ ശാന്തി ബംഗാളിയാണ്, പൂജയ്ക്കാണ് കിട്ടാൻ. എവിടെ നോക്കിയാലും ബംഗാളി. ഈ മലയാളികളൊക്കെ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവണില്ല. പറഞ്ഞ അർത്ഥം മനസ്സിലാവുണ്ടോ? നമ്മൾ ഈ അലസന്മാരാകുന്നു. ഈ അലസന്മാരെ വീണ്ടും അലസന്മാരാക്കുന്ന പ്രക്രിയകളും സംവിധാനങ്ങൾ എന്തെല്ലാം, അതെല്ലാം ഭരണ നേതൃത്വത്തിൽ നിന്ന് വരികയാണ്. ശമ്പളമില്ല, പണിയില്ലാത്തവന് ശമ്പളം കൊടുക്കുക, അതല്ലല്ലോ അതിൻ്റെ പരിഹാരം. തൊഴിലില്ലായ്മ വേതനം കൊടുക്കലാണോ പരിഹാരം? അങ്ങനെ എത്ര കാലം കൊടുക്കും? വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ, തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തി നേടിയവനാണെങ്കിൽ അവൻ്റെ മേഖലകൾ ഏതൊക്കെയാണോ ആ മേഖലകളിൽ തൊഴിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണോ ഒരു ഭരണാധികാരിയുടെ കർത്തവ്യം. ഒരാൾ എന്താ പറയുക, അധ്യാപക വൃത്തിയിൽ വേണ്ടതൊക്കെ പഠിച്ചെടുത്തു, അയാൾക്ക് അധ്യാപകനാവാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ ആ സംവിധാനം പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ മേഖലയിൽ തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. കലക്ടറുണ്ട് ഇവിടെ അല്ലേ, അതിന് പഠിച്ചവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ട്, ഡോക്ടറാവാൻ വേണ്ടി പഠിച്ചവരുണ്ട്. ഇങ്ങനെ എന്തെല്ലാം തത്വശാസ്ത്രം, ശില്പം, സംഗീതം, അത് ഇത് എന്ന് വേണ്ട സമസ്ത മേഖലകളിലും കഴിവ് നേടിയിരിക്കുന്നവരുണ്ട്. അവർക്ക് അവരുടെ കഴിവ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത വൃത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനം, സാഹചര്യം പെടില്ലെങ്കിലോ. അപ്പോൾ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അവരുടെ കഴിവില്ല, എന്താ പറയുക, അവർക്ക് ശമ്പളം കൊടുക്കലല്ല, തൊഴിലില്ലായ്മ ശമ്പളം കൊടുക്കലല്ല വേണ്ടത്. മറിച്ച് ഒരു ഉത്തമനായ ഭരണാധികാരി കൊടുക്കേണ്ടത് അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാധ്യതകളോ സാഹചര്യങ്ങളോ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട ധനത്തെ, അവർക്ക് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടതായ സമ്പാദ്യത്തെ നേടാനുള്ളത് അവർ നേടിക്കോളും. സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവർ കറന്നെടുത്തോളും ഈ ഭൂമിയിൽ നിന്ന് അല്ലേ. സംഗീതം പഠിച്ചു പോയവനാണെങ്കിൽ അവൻ സംഗീതം കൊണ്ട് അവൻ്റെ ഉപജീവന മാർഗം ചെയ്യും. നൃത്തം പഠിച്ചവരാണെങ്കിൽ അവരതുകൊണ്ട് ഉപജീവന മാർഗം ചെയ്യും. മറ്റെന്തെങ്കിലും തൊഴിൽ പഠിച്ചവരാണെങ്കിൽ അവരതുകൊണ്ട്. അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഭരണാധികാരി പരാജയമാണ്. അതാണ് ഇവിടെ പൃഥു ചെയ്യുന്നത്. പൃഥു എന്ത് ചെയ്തു? ഭൂമി പറഞ്ഞു, എന്നെ ശിക്ഷിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്?
എന്ന് ശിക്ഷിക്കുന്നതിലല്ല കാര്യം. മറിച്ച് ഈ പ്രജകളെ എല്ലാം പ്രജകൾ എന്താ വെച്ചാൽ ഈ വേരന്റെ ദുർഭരണം കൊണ്ട് പ്രജകളും ഏതാണ് ധർമ്മം വിട്ടുപോയിട്ടുണ്ടാവില്ലേ. ഈ വേനം കുറച്ച് ദിവസം എന്നല്ലല്ലോ ഭരിച്ചത്. അപ്പം ദുർഭരണമല്ലേ, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. നമ്മൾ പണിയെടുക്കേണ്ട സാധനങ്ങൾ പൊതി വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ പണിയെടുക്കാൻ തോന്നില്ല. അങ്ങനെ ഉണ്ടോ അല്ലേ? മാസത്തിൽ പൊതി വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ തോന്നുന്നു എന്തിനാ പണിക്ക് പോകുന്നത്, പൊതി വരുന്നുണ്ടല്ലോ. അതാണ് നമുക്കിപ്പോൾ ജോലി ചെയ്യാപ്പോൾ എല്ലാവരും ഉത്സാഹമായിട്ട് പോകണമെന്നല്ലല്ലോ, വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് പോകണതാ. അപ്പോൾ ഈ ഭരണാധികാരികൾ മനുഷ്യന്മാരെ അലസന്മാരാക്കാൻ, മടിയന്മാരാക്കാൻ വേണ്ട ശീലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ സ്വന്തം കർമ്മമണ്ഡലത്തിൽ പ്രവേശിക്കാൻ മറന്നുപോകും. അവർക്ക് ഉത്സാഹം ഇല്ലാണ്ടാവും. കുറേ കാലം ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ശീലങ്ങളില്ലാണ്ടാവും. അപ്പോൾ പുതിയ ഭരണാധികാരി വരുന്ന സമയത്ത് ആ ഭരണാധികാരിക്കാവും പിന്നെയുള്ള തലവേദന മുഴുവനും. അങ്ങനെയുണ്ട് അല്ലേ. ഖജനാവ് മുഴുവൻ കാലിയാക്കി നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നെ വരുന്ന ആൾക്കാർക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ഖജനാവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ചീത്തപ്പേര് മുഴുവൻ കേൾക്കാൻ ആർക്കായിരിക്കും? അപ്പോൾ പുതിയ വന്ന ഭരണാധികാരിക്കാവും. അങ്ങനെയുണ്ടേ. ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് ഇപ്പോൾ അവരവരുടെ കാര്യം കഴിഞ്ഞാൽ മതി. എന്താ ഇപ്പോൾ അവിടെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കണില്ല. ബുദ്ധിപൂർവ്വം നീങ്ങുന്ന പ്രജകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോ? സംശയമാണ്. ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ട് എന്താ അവിടുത്തെ പ്രശ്നം, ഭരണ കേന്ദ്രത്തിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ശേഷിയൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയതല്ലേ, എന്ത് ആവാമെന്നുള്ള രീതിയിലൊക്കെ ആയിപ്പോയത്. ബുദ്ധിപൂർവ്വം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഭരണാധികാരികൾക്കൊന്നും ഒരു തോന്നിയാസം ചെയ്യാൻ സാധിക്കില്ല. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ പൃഥു എന്താണ് നമ്മൾ ലോകരെ പഠിപ്പിക്കുന്നത്? പൃഥു ജനങ്ങളെ മുഴുവനും ധർമ്മിഷ്ഠരാക്കി, നീതിമാന്മാരാക്കി, കർമ്മകുശലന്മാരാക്കി മാറ്റി. അവർക്ക് എന്താണ് അവരുടെ ജന്മവാസനയായിട്ട് അവരുടെ കർമ്മമണ്ഡലം, അല്ലെങ്കിൽ അവർക്ക് എന്തിനോടാണോ അഭിരുചി, ആ മേഖലയിൽ അവർക്ക് കൂടുതൽ പഠിക്കാനും അവർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് വികസിക്കാനും അതാത് മേഖലയിൽ അവർക്ക് അവരുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിലൂടെ കുടുംബത്തെ പുലർത്താൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ പൃഥു ഭൂമിയിൽ നിന്ന് വേണ്ടത് കറന്നെടുത്തു എന്നാണ്. അവിടെ ഭൂമിയിൽ നിന്ന് കറന്നെടുക്കാൻ ഒന്നുമില്ല. ആ അക്ഷരങ്ങൾ അങ്ങനെ എടുത്താൽ വാച്യാർത്ഥമല്ലത്. എൻ്റെ തത്വം സൂക്ഷ്മത മനസ്സിലാക്കണം. എന്തായാലും പൃഥുവിൻ്റെ ഭരണം വളരെ കങ്കേയമായി എന്ന് പറയാം. വളരെ നീതിമാനായിട്ട് രാജ്യത്തെ പരിപാലിച്ചു. ഈ പൃഥു പിന്നീട് കാലങ്ങൾ ഒരുപാട് ജനങ്ങളെ പരിപാലിച്ച് ധർമ്മിഷ്ഠരാക്കി, ജനങ്ങളെ നീതിമാന്മാരാക്കി, ദയ, കൃപ, സത്യസന്ധത, മര്യാദ എല്ലാമുള്ള വൃത്തിയിൽ ജീവിക്കുന്ന ശീലമുള്ള പ്രജകളെ ആക്കി മാറ്റിയതിനു ശേഷം അദ്ദേഹം അനവധി യാഗങ്ങൾ ചെയ്തു. അശ്വമേധ യാഗങ്ങൾ ധാരാളം ചെയ്തു. ഒരു അശ്വമേധയാഗം ചെയ്യാൻ പോലും സാധാരണ രാജാക്കന്മാർക്ക് സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ 100 അശ്വമേധയാഗമാണ് ചെയ്യാൻ പോകുന്നത്. 99 എണ്ണം കഴിഞ്ഞ് 100ാമത്തെ അശ്വമേധയാഗം ചെയ്യാൻ പോവുക. ഈ 100ാമത്തെ അശ്വമേധയാഗം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രന് അത് അത്ര രസമായി തോന്നിയില്ല. എന്താ കാരണം? ഇന്ദ്രന് ആകെ അസ്വസ്ഥതയാണ്. അത് ഭൂമിയിൽ 100 അശ്വമേധയാഗം ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ദ്രന് ആകെ കൂടെ ഒരു വയ്യ. എന്താ അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ദ്രന്, അതായത് 100 അശ്വമേധയാഗം ഒരാൾ ഭൂമിയിൽ പൂർത്തിയാക്കി അയാൾ ഇന്ദ്രനാവാനുള്ള ക്വാളിഫിക്കേഷനായി അയാൾ അതിനുള്ള അടുത്തതായി. ഇനി അടുത്ത ലിസ്റ്റ് പ്രകാരം നോക്കും. ഇയാൾ കഴിഞ്ഞപ്പോൾ നിലവിലുള്ള ആൾ കഴിഞ്ഞാൽ അടുത്ത ഭൂമിയിൽ 100 അശ്വമേധയാഗം ചെയ്തത് ആരാന്ന് നോക്കും. അയാൾക്കാണ് ഇനി അടുത്ത ഇന്ദ്രനാവുള്ള പോസ്റ്റ്. അപ്പോൾ അത് ഭൂമിയിൽ അത്ര 100 അശ്വമേധയാഗം ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 99 90 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഉള്ള ഇന്ദ്രൻ അത് മുടക്കും. കാരണം ഭൂമിയിൽ എത്ര കണ്ടാവണം അത്രയും കാലം ഇയാൾക്ക് അവിടെ ഇരിക്കാം. അങ്ങനുണ്ട്. ഇന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്. അപ്പോൾ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രന് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, മനസ്സിന് ഇഷ്ടം ഉണ്ടാവില്ല ബുദ്ധി നിയന്ത്രിക്കപ്പെടാൻ. മനസ്സിനെപ്പോഴും മനസ്സിൻ്റെ അണ്ടറിൽ നമ്മളിങ്ങനെ ജീവിക്കണമെന്നാണ് മനസ്സിനിഷ്ടം അല്ലേ. നിങ്ങൾ മനസ്സിനെ ജയിക്കാൻ ഒരു പണിയെടുത്ത് നോക്കുക. അപ്പോൾ ദേവേന്ദ്രൻ, രംഭ, തിലോത്തമ പറയുന്നുണ്ട് അവിടെ പറഞ്ഞേക്കുന്നതാണ്. അതാണ്. അപ്പോൾ ഈ ഇന്ദ്രൻ മുടക്കാൻ നോക്കി. ഇങ്ങനെ അവസാനത്തെ ആ യാഗം, 100ാമത്തെ യാഗം, അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ച സമയത്ത് കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ യാഗത്തിന് കുതിര ഒരു പ്രധാനമാണ്. ഓരോ യാഗത്തിനും ഓരോ സമ്പ്രദായമാണ്. അത് കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് യാഗം പെട്ടെന്ന് മുടങ്ങി. അപ്പോൾ വീണ്ടും ആ കുതിര എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് പോയി. വഴിവെക്കൽ എവിടെയോ കുതിര ഉപേക്ഷിച്ച് യാഗം മുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ അത് ഉപേക്ഷിച്ച് പോയി. അതെന്തായാലും മുടക്കിയാൽ മതി, അത്രേ വേണ്ടു. അങ്ങനെ കുതിര എവിടെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ടത് വീണ്ടും യാഗം വീണ്ടും ആരംഭിച്ചു. ഏതാണ്ട് പകുതി ആകുമ്പോഴേക്കും ഇന്ദ്രൻ വീണ്ടും എന്തെങ്കിലും വേഷം കെട്ടി വരും. ദേവേന്ദ്രൻ നല്ല വേഷം കെട്ടി വരും, പലപ്പോഴും വരും, ഉറപ്പാണ്. ദേവേന്ദ്രൻ ആരാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വേഷം കെട്ടി വരുന്നവനൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട്. എന്തായാലും
ഈ ഇന്ദ്രൻ പല വേഷം കെട്ടി വരും. ബ്രഹ്മചാരിയുടെ വേഷം കെട്ടി, സന്യാസിയുടെ വേഷം കെട്ടിയിട്ടൊക്കെ വരുന്നവനായി ഇന്ദ്രൻ, ദേവേന്ദ്രൻ. എന്തായാലും പല രീതിയിൽ മോഷ്ടിക്കപ്പെട്ടപ്പോൾ പൃഥുവിനാകെ മക്കളെ പറഞ്ഞയക്കും, നീ ഒന്ന് പിടിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഋഷിമാർ പറഞ്ഞു, എന്താണ് രാജാവേ, അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്താ ഇത് വന്നിട്ട് ഓരോ വേഷം മാറിയിട്ട് ഈ പറയുന്ന ഈ ഇതിനും കൊണ്ട് പോണതേ വേറെ ആരില്ല, ദേവേന്ദ്രനാണ്. അങ്ങ് കാര്യമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിങ്ങനെ നമുക്ക് തന്നെയാവും പണി. അപ്പോൾ പൃഥുവിനങ്ങ് ദേഷ്യം വന്നു. അങ്ങനെ ശരി, അമ്പുവിലും എടുത്ത് ദേവേന്ദ്രൻ ചെയ്തു നേരെ, പൃഥുവൻ ചെയ്തു നേരെ ദേവേന്ദ്രൻ നേരെ കണ്ടു ചെന്നു. ദേവേന്ദ്രനെ വേഷം മാറിയിട്ടാണ്, പക്ഷേ പൃഥുവിന് മനസ്സിലായി ഇത് ദേവേന്ദ്രനാണ്. വേഗം ചെന്നു. വേഗം ചെന്ന് അവൻ ചെയ്തു, വേഗം കുതിരയെ വിട്ടുകൊടുത്തു. ചില അദ്ദേഹം ചെയ്തു, കാരണം ഇവൻ നീ വരെ അമ്പെടുത്ത് അയക്കാൻ നോക്കി ദേവേന്ദ്രനെ നേരെ. ദേവേന്ദ്രൻ വേഗം തൊഴുതിട്ട് നിന്നു, അയ്യോ എന്നെ കൊല്ലരുതേന്ന് പറഞ്ഞു. അവൻ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവിന് തോന്നി ദേവേന്ദ്രനെ ഇപ്പോൾ കൊല്ലും പൃഥു വന്നു. ബ്രഹ്മാവ് പറഞ്ഞു, പൃഥോ അങ്ങ് ദേവേന്ദ്രനെ കൊല്ലണ്ട, പൊട്ടൻ അവൻ്റെ കസേര പോകുന്നു വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങപ്പോൾ ഈ അശ്വമേധയാഗം ചെയ്യാൻ പോണത് ദേവേന്ദ്രൻ്റെ സ്ഥാനം മോഹിച്ചിട്ടൊന്നുമല്ല എന്നിപ്പോൾ എനിക്കറിയാം. കാരണം പൃഥു ഭഗവാന്റെ അവതാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ അവതാരം, പല അവതാരങ്ങളിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇനി കുറച്ച് ഋഷഭാവതാരം വരും. അപ്പോൾ ഇദ്ദേഹം ഓരോ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെല്ലാമാണോ ധർമ്മച്യുതി അതാത് മേഖലയെ ഉദ്ധരിക്കാൻ വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ രാജധർമ്മത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഭഗവാനെ. വേനന്റെയും അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആ ഒരു ധർമ്മച്യുതി രാജ്യഭരണത്തിൽ വല്ലാതെ നിഴലിച്ചപ്പോഴാണ് പൃഥുവിൻ്റെ വരവ്. അപ്പോൾ ഭഗവാൻ ഇന്ദ്രനാവാൻ വേണ്ടുന്നല്ല, ഭഗവാൻ ധർമ്മത്തെ ഉദ്ധരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇന്ദ്രൻ ഭൂമിയിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ അതിൽ വലിയ മഹാത്മാക്കളായാലും ചിലപ്പോൾ ഡിഗ്രിയൊക്കെ എടുത്തു എന്നൊക്കെ വരുന്നു അല്ലേ. അവർക്ക് പല ആവശ്യം ഉണ്ടായില്ല. ചില വലിയ മഹാത്മാക്കൾ, ചില സന്യാസിമാരൊക്കെ ചിലപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്തുനിന്ന് വരും. അവർക്ക് അതിൽ വലിയ അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതൊരു ഇവിടെ ജ്ഞാനം ചില സന്യാസിമാരൊക്കെ നല്ല ജ്ഞാനം, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാവും, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും ചില മഹാത്മാക്കൾക്ക്, ജ്ഞാനികൾക്കൊക്കെ. അവർക്ക് അതിൽ വലിയ മോഹം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ അതൊരു അത്രേ ഉള്ളൂ. ഇതേപോലെ പൃഥു എന്ന് പറയുന്ന മഹാത്മാവ്, അദ്ദേഹം ഇവിടെ അശ്വമേധയാഗം ചെയ്യാൻ വന്നത്, അദ്ദേഹം 100 അശ്വമേധം പൂർത്തിയാക്കിയത് ഇന്ദ്രനാൻ വേണ്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ദ്രന് തോന്നി ഇദ്ദേഹം എൻ്റെ കസേര മോഹിച്ചിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ട് പൃഥോ, ഇന്ദ്രനെ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിച്ചോളാം. ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ച് പോയിട്ട് അന്ന് എത്ര വലിയ യോഗ്യനെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കസേര ഇങ്ങനെ അളവുണ്ടോ സംശയിക്കും. അതുകൊണ്ട് ചെറിയൊരു പേടി വന്നേ. പൃഥു ഒന്നും വേണ്ടിയില്ല. അതുകൊണ്ട് ദൈവം തന്നെ പറഞ്ഞയച്ചു. ബ്രഹ്മ പറഞ്ഞു, പൃഥോ അങ്ങനെ 100 അശ്വമേധയാഗമൊന്നും ചെയ്യേണ്ട. 100 അശ്വമേധയാഗം ചെയ്താൽ എന്താണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫലം, അത് ഞാൻ താങ്കൾക്ക് തന്നു കഴിഞ്ഞു. ദൈവം തന്നെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന ആൾ കേട്ടോ. അത് അവിടുന്ന് കൊടുത്തു. ആര്? ദേവതൻ പറഞ്ഞു, അങ്ങക്ക് ഞാൻ തന്നു എന്താണ് 100-ന് 1 കുറവ്, 100 ചെയ്തിട്ടില്ല, 1 കുറവുണ്ട്. എങ്കിലും അങ്ങ് ഇനി ഈ പേരിൽ അറിയപ്പെടും. എന്താണ്? ഏകോന ശതക്രതു എന്ന പേരിൽ അങ്ങനെ പ്രസിദ്ധനാവും. അങ്ങ് പ്രത്യേക ഒരു ഡിഗ്രി ഞാൻ തരികയാണ്. ഏകോന ശതക്രതു എന്നൊരു പേര് വന്നു പൃഥുവിന്. എന്താ അത്? 100-ന് 1 കുറവാണ്. നമ്മൾ മറ്റാളെ പറഞ്ഞില്ലേ അവനൊരു പിരി കുറവുണ്ട്, അതല്ല, അത് വേറെ. ഇതിന് ഏകോന ശതക്രതു, അതായത് 100-ന് 1 കുറവ് വെച്ചാൽ 100 യാഗത്തിന് 1 കുറവുണ്ടെന്ന് മാത്രം. എന്തായാലും ആ മഹാത്മാവിന് അങ്ങനെയുള്ള ആ ഒരു മഹത്വം കൽപ്പിച്ചു കൊടുത്ത് ബ്രഹ്മാവും അദ്ദേഹത്തെ നമസ്കരിച്ച് പോവുക ചെയ്തത്. പിന്നീട് പൃഥു എന്ന് പറയുന്ന മഹാത്മാവ് പിന്നീട് കാലങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ ആ ഒരു ഭാര്യ അർച്ചസിനോട് കൂടിയിട്ട് അദ്ദേഹം വനത്തിൽ പ്രവേശിച്ച് സനകാദ ഋഷീശ്വരന്മാരിൽ നിന്ന് ആത്മതത്വോപദേശം നേടിയ പിന്നീട് ആ മഹാത്മാവ് അനവധി കാലം രാജ്യം പരിപാലിച്ചു. പ്രജകളുടെ ധർമ്മ ആചരണത്തിൻ്റെയൊക്കെ മഹത്വം പഠിപ്പിച്ച് ഒടുവിൽ അദ്ദേഹം സനകാദ ഋഷീശ്വരന്മാരിൽ നിന്ന് തത്വാർത്ഥം ഗ്രഹിച്ച് തൻ്റെ ഭാര്യയോട് കൂടിയിട്ട് വനത്തിൽ പ്രവേശിച്ച് ആ 2 പേരും ഈശ്വര ഒരു പദത്തെ പ്രാപിച്ചു എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു പൃഥു എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ ആ ഒരു മഹത്വം അവിടെ അങ്ങനെ പറയും. എന്തായാലും ഈ പൃഥുവിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം പൃഥുവിൻ്റെ പുത്രനാണ് വിജിതാശ്വൻ എന്ന് പറയും. വിജിതാശ്വൻ എന്ന് പറയുന്ന മഹാത്മാവ്, അദ്ദേഹത്തിന് ഒരു ഭാര്യയിൽ 3 പുത്രന്മാരുണ്ടാവും. ആ 3 പുത്രന്മാരും മുക്തന്മാരായിട്ട് തരും. അവർ ജ്ഞാനികളായിട്ട് അദ്ദേഹം, അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവർ പോകും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യ നപസ്വത എന്ന് പറയുന്ന ഭാര്യയിൽ ഹവർധാനൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ആ പരമ്പരയിൽ ജനിക്കുകയാണ് ആ മഹാത്മാവ്. ഈ ഹവർധാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിൽ 6 പുത്രന്മാരുണ്ടായതാണ്. അതിൽ മൂത്ത പുത്രൻ്റെ പേരാണ് ബർഹിഷത്ത് എന്ന് പറയും. അദ്ദേഹം യാഗങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എന്താണ് സമുദ്രപുത്ര ശതദ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നാണ് പറയാം. അതിൽ 10 പുത്രന്മാരുണ്ടായി. ഈ അദ്ദേഹത്തിന് പ്രാചീന ബർഹിഷ് എന്നൊരു പേരും കൊടുത്തു. നാട്ടുകാർ എപ്പോഴും യാഗം ചെയ്യും. ഇയാൾ കർമ്മത്തിൽ വലിയ താല്പര്യമാണ്. കർമ്മം ഇങ്ങനെ ചെയ്യുക. കർമ്മം എന്ന് പറഞ്ഞാൽ വൈദികമായ കർമ്മങ്ങളില്ലേ ഈ യാഗം, ആ യാഗം വേദത്തിൽ പറയുന്നതായ ഓരോ യാഗങ്ങൾ ചെയ്യുക.
ഇത് വല്ലാത്തൊരു ക്രേസാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവില്ല. ചിലർക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, ചിലർക്ക് നാണയം കളക്ട് ചെയ്യുക, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഹോബിയാണ്. ഇദ്ദേഹത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു രസം അദ്ദേഹത്തിന്. ഇങ്ങനെ യാഗം ചെയ്യുക. ഒരു ഭൂമിയിൽ യാഗത്തിന് വേണ്ടതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഋഷിമാർ അവിടെ വന്നിട്ട് യാഗം ചെയ്യുക. അത് ഇത്ര ദിവസം, ആ യാഗം കഴിയുമ്പോഴേക്കും അടുത്ത ഭൂമിയിൽ യാഗം ചെയ്യാനുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഒരു നേരെ ഋഷിമാർ നേരെ എണീക്കുക, അവിടെ പോയിരിക്കുക. അത് കഴിയുമ്പോഴേക്കും അപ്പുറം വേറൊരു ഭൂമിയിൽ ഇതിന് വേണ്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ യാഗങ്ങളിൽ തൽപരനായി എന്താണ് ഇങ്ങനെ ധാരാളം യാഗങ്ങൾ ഇങ്ങനെ ചെയ്യുക. നാട്ടുകാർ ഇദ്ദേഹത്തിന് പേര് കൊടുത്ത് ഇദ്ദേഹം അങ്ങനെ കിഴക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. അവിടെ പോയി ഇങ്ങനെ ഇരിക്കില്ല. എന്താ ഇത് കഴിയാനോ, ഇനിയിപ്പോൾ എന്താ കഴിയല്ലേ. മറ്റേ ഭാഗത്തുള്ളത് അടുത്ത തന്നെയുള്ളതൊക്കെ ഒരുക്കി വെച്ചല്ലേ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ഇഷ്ടം എന്നുള്ളൂ, ഞാൻ പണക്കൊണ്ടാക്കാം. ഇങ്ങനെ ഋഷിമാർക്കും വയ്യാണ്ട് യാഗം ചെയ്ത് ഋഷിമാർ അഗ്നിദേവനും വയ്യാണ്ട്. നെയ്യ് ഇങ്ങനെ ഒഴിക്കല്, നെയ്യ് കഴിച്ച് അഗ്നിദേവൻ അചീർണം പിടിച്ചു. അഗ്നിദേവൻ പോയിട്ട് ബ്രഹ്മാവിനോട് പോയിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ ഒന്ന് ആ മനുഷ്യനോട് പറയൂട്ടോ, ഇത് ഞാനീ നെയ്യ് ഇങ്ങനെ മിണുങ്ങി എനിക്ക് വയ്യാണ്ടായി. ഇത് എന്താപ്പോൾ ആ മനുഷ്യൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് തരാൻ പറയും, ഒരു ഒഴിവ് വേണ്ടേ. ആ ബ്രഹ്മാവ് എന്നാണ് നാരദരെ പറഞ്ഞയക്കാന്ന് പറഞ്ഞത്. എന്തായാലും നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു, പ്രാചീന പർഹീസ് എന്നൊരു പേര് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശീലം കണ്ടിട്ട് ജനങ്ങളങ്ങനെ ഒരു പേര് കൊടുത്തു. സമുദ്രപുത്രിയായ ശതദ്രുതിയെ വിവാഹം കഴിച്ചു എന്നാണ്. അതിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായതാണ്. ആ 10 പുത്രന്മാർ ഒന്നിച്ചുള്ളൊരു പേരാണ് പ്രചേതസ്സുകൾ എന്ന് പറയും. ഈ പ്രചേതസ്സുകളുടെ സഭയിലാണ് നമ്മുടെ നാരദര് ഈ ധ്രുവന്റെ കഥ പാട്ടുപാടിയത് എന്നൊക്കെ അവിടെ പറയും. പ്രചേതസ്സുകളുടെ സഭയിൽ ഈ ധ്രുവന്റെ ഭഗവാനുള്ള ഭക്തി, 5 വയസ്സുള്ള ആ കുമാരൻ ആ 5 മാസം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച് വരം വാങ്ങിയിട്ടുള്ള, ആ ഭഗവാന്റെ മഹിമയിലേക്ക് ഉയരാനുള്ള വരം വാങ്ങിയിട്ടുള്ള ആ മഹാത്മാവ്, ആ ഭക്തന്റെ ആ ഒരു കഥ ഈ പ്രചേതസ്സുകളുടെ സഭയിൽ പാടിയെന്ന് പറയും. അതായത് ഈ പ്രാചീന പർഹീസിന്റെ പുത്രന്മാരായ പ്രചേതസ്സുകളുടെ സഭയിൽ പാടിയെന്ന് പറയും. എന്തായാലും ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സമുദ്രപുത്രിയായ ശതദ്രുതിയെ വിവാഹം കഴിച്ചു. അതിലാണ് ഈ 10 പുത്രന്മാരെന്ന് പറയുന്നത്. എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കർമ്മത്തിലുള്ള ഈ ഒരു ഭാവത്തെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് ജ്ഞാനം നൽകാൻ വേണ്ടി തീരുമാനിച്ചു നാരദർ ഒരു ദിവസം അവിടെ കൊട്ടാരത്തിൽ വന്നു. നാരദർ കൊട്ടാരത്തിൽ വന്ന സമയത്ത് നാരദർ ചോദിച്ചു, അല്ല രാജാവേ, എന്താ അത് കഥ? ഈ ഇങ്ങനെ ഏതു നേരം ഈ കർമ്മഠനാവാൻ പാടുണ്ടോ? കർമ്മമൊക്കെ വേണം. ഏത് കർമ്മം വെച്ചാൽ മനസ്സിലായില്ലേ? ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മങ്ങൾ, ആ പൂജ, ഈ പൂജ, ആ ഹോമം, ഈ ഹോമം, അത് ഹോമം, ഇത് ഹോമം, ഇങ്ങനെ എപ്പോഴും ഈ വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ ഇതെല്ലാം. ഇതെന്തിനാത് കർമ്മം? വേദത്തിൽ പറയുന്ന ഈ കർമ്മം എന്തിനാണ്? ഈ കർമ്മം ചെയ്യൂ, ആ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞ എന്തിനാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ചിത്തം ശുദ്ധമാക്കാൻ, ചിത്തം നിർമ്മലമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ വേദത്തിൽ പറയുന്ന ആദ്യത്തെ ഈ കർമ്മകാണ്ഡം എന്നുള്ളത്. അത് ശുദ്ധമായി കഴിഞ്ഞാൽ ഞാൻ നിർത്തണം ആ പണി. ഒരു പണി എന്തിനാണ് ചെയ്യുന്നത്? അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ പണി നിർത്തണം. വേണ്ടേ? പാത്രം ഇല്ലേ, പാല് കൊണ്ടുവന്ന് ഒഴിക്കാൻ വേണ്ടി പാത്രം കഴുകാൻ പറഞ്ഞു. പാല് ഒഴിക്കണമെങ്കിൽ പാത്രം കഴുകി വെക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, പാത്രം കഴുകൂ, പാൽ ഒഴിച്ച് വെക്കാനാ? അയ്യമ്മ അങ്ങോട്ടും വൈകുന്നേരം വരെ കഴുകും. ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. ഇത് വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാത്രം കമിഴ്ത്തി വെക്കണ്ടേ? എന്നിട്ട് വെള്ളം എടുത്ത് ഒഴിക്കണ്ടേ? പാലെടുത്ത് ഒഴിച്ച് വെക്കണ്ടേ? എന്തിനാ ഈ പാത്രം കഴുകാൻ പറഞ്ഞത്? പാലൊഴിച്ച് വെക്കാനാ. ഇതിങ്ങനെ കഴുകിക്കൊണ്ടേ ഇരിക്കുക ഈ അമ്മ. എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ നാമജപവും ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നാമം ജപിച്ച് തീർക്കാനുള്ളതല്ല. നാമം ജപിക്കണം നല്ലത് തന്നെയാണ്, എപ്പോഴും നാമം ജപിക്കണം നല്ലത് തന്നെയാണ്. പക്ഷെ എന്തിനാ ഈ നാമം ജപിക്കാൻ പറയണത്? എന്തിനാ ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നത്? എന്തിനാ നമ്മളോട് ഈ മര്യാദകളെല്ലാം പാലിക്കാൻ പറയുന്നത്? എന്തിനാത്? അന്തഃകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അന്തഃകരണം ശുദ്ധമായാൽ ആ പണി നിർത്തി അടുത്ത പണിക്ക് പോയിക്കൊള്ളണം. അത് അടുത്ത പണി ജ്ഞാനം നേടലാണ്. അന്തഃകരണ ശുദ്ധി വന്നവനാ ജ്ഞാനം നേടാൻ പ്രയത്നിക്കേണ്ടത്, അല്ലാത്തവൻ ജ്ഞാനം നേടാൻ പോകരുത്. എന്താ കാരണം? ശുദ്ധി ഇല്ലാത്ത പാത്രത്തിൽ പാൽ ഒഴിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ അഭിപ്രായം? ആ പാൽ എന്തിനു പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമോ? കേടായി പോയില്ലേ? അപ്പം ഇതേപോലെയാണ് മനഃശുദ്ധി വരാത്ത ഒരാൾ ജ്ഞാനം നേടിയാൽ അയാളുടെ ഉള്ളിലേക്ക് ജ്ഞാനം പകർന്നു കൊടുത്താൽ ആ ജ്ഞാനവും കേടാവും, ദുർഗന്ധമാവുകയെ. മനസ്സിലാവുണ്ടോ? അനധികാരിക്ക് ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വലിയൊരു അബദ്ധം. അപ്പം പിന്നെ ഭാഗവതം വിറ്റ് കാശാക്കും. ഭാഗവതം കൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചെയ്തോളൂ. ഇന്ന കാര്യങ്ങളുണ്ട്, 1000 ഉറുപ്പിക വെച്ചോളൂ. ഭാഗവത്തിൽ ഈ ഭാഗം നിങ്ങൾ ഇന്ന ഭാഗം ഇവിടെ പറഞ്ഞുള്ള ഈ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കച്ചവടമാണ്. കാരണം എന്താ? ഇയാൾക്ക് ഇത് എങ്ങനെ കാശുണ്ടാക്കാനുള്ള, ഈ കാശുണ്ടാക്കാനുള്ള മോഹം പോയിട്ട് വേണം ഈ സ്ഥാനത്ത് കയറിയിരിക്കാൻ. മനസ്സിലാവുണ്ടോ?
അതായത് ഇത്തരം ലോക വിഷയങ്ങളോടുള്ള ഭ്രമം ഒന്ന് അടങ്ങിയിട്ടുള്ള ആൾ വേണം ഈ ശാസ്ത്രം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ. ഇയാൾക്ക് ഈ ലോക വിഷയങ്ങളുള്ള ഭ്രമം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശാസ്ത്രം കിട്ടി അയാൾ ഈ ശാസ്ത്രം കൊണ്ട് അയാൾ ഈ പണിക്ക് പോകും. നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ നടക്കണമെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? അതാണ്. അപ്പം അതുകൊണ്ട് ഈ ജ്ഞാനം ശുദ്ധമായ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്താലേ ആ ജ്ഞാനം അയാൾക്ക് ഉപകാരമാവുള്ളൂ. അങ്ങനെയുള്ള ആളെ കൊണ്ടേ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതാണ്. ഇല്ലെങ്കിൽ ഇയാളത് ഇറ്റ് കാശാക്കും. സമ്പ്രദായം ഇല്ലാത്ത ഒരാൾക്ക് വിളിച്ചിട്ട് നിനക്ക് മന്ത്രം തരാം, നീ ഇങ്ങോട്ട് വാ, നിനക്ക് മന്ത്രം തരാം കേട്ടോ, വാ എനിക്ക്. അയാൾ ചോദിച്ചു മന്ത്രം കിട്ടുമോ? നീക്ക് അങ്ങനെ മന്ത്രം കിട്ടുമോ? ആ മന്ത്രം 150 വെച്ചു ലക്ഷ്മൺ. അയ്യോ വെറ്റിലടക്കി അതൊന്നും വേണ്ട, 130 നീ വെറ്റിലെടുക്കാൻ പോയിട്ട് നിന്നെ ആൾക്ക് ആ ഇടവഴിയിൽ നിന്ന് വെറ്റില കിട്ടാണ്ട് എനിക്ക് തോന്നിയാലോ, വേണ്ടാന്ന് തോന്നിയാലോ, 140 എനിക്ക് പോയിക്കാം വെറ്റി ഇവിടെ. അങ്ങനെ 140 വെച്ച് അയാൾ മന്ത്രമൊക്കെ ജപിക്കാൻ തുടങ്ങി. നിനക്ക് ശാസ്ത്രം പറഞ്ഞു തരാം അല്ലേ? അപ്പൊ ഇയാൾക്ക് എന്താണ്, ഇയാൾക്ക് ഇതിന് അധികാരമല്ല, മന്ത്രം വാങ്ങാൻ അധികാരമല്ല. മന്ത്രം ജപിച്ച് ശുദ്ധി വരാത്ത സമയത്ത് അയാൾക്ക് നീ ശാസ്ത്രം പറഞ്ഞു തരാൻ അതിന് അധികാരമില്ല. അപ്പൊ ഇയാൾക്ക് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ ചെയ്യും, വേറെ ആളെ വിളിക്കും. എന്താണ് നിനക്ക് മന്ത്രം തൻ്റെ ഒരു 140 540 വയ്ക്കും, 500 വയ്ക്കും. തൻ്റെ ഒരു 140 പണ്ട് വാങ്ങിയത്. ഇയാൾക്ക് എന്താണ് കാശ് എങ്ങനെ ഉണ്ടാക്കാം? തൻ്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? കാശ് വലിയ പ്രധാനമല്ലേ? ഓരോ അല്ലേ നല്ല വില കൂടിയ 40 ലക്ഷത്തിൻ്റെ കാറ് കാണണം. അപ്പോൾ 500 റുപ്യ പോലെ ലക്ഷണം 1000 റുപ്യ കാണാം. 1000 റുപ്യ വെച്ചോളൂ കേട്ടോ. വളരെ വളരെ ശക്തിയുള്ള മന്ത്രം ഞാൻ ഉപദേശിക്കാൻ വെച്ചോളൂ. ഈ മന്ത്രം വേറെ ഒന്നും കിട്ടില്ല, ഇവിടുന്ന് മാത്രം ആളുകൾ ഓടിക്കൂടും. അങ്ങനെ പല പല സമ്പ്രദായങ്ങളുണ്ട്. പുതിയ പുതിയ പരിപാടികളൊക്കെ വരും. നാട്ടിൽ കേൾക്കാത്ത യജ്ഞങ്ങൾ, കേൾക്കാത്ത യാഗങ്ങൾ, കേൾക്കാത്ത ബഹളങ്ങൾ, കേൾക്കാത്ത മന്ത്രങ്ങളൊക്കെ വരും. എന്താ കാരണം? ഇയാൾക്ക് കാശുണ്ടാക്കണേ. നമ്മുടെ നാട്ടുകാരാണെന്ന് ഓരോ ദുരിതങ്ങളായിട്ട് നടക്കുക. എവിടെ നിന്ന് എന്തെങ്കിലും ദുരിതം തീരാൻ എന്താ വഴി നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. കണ്ടിട്ടില്ലേ? എന്താണ് ഈ ശംഖ് വാങ്ങി വീട്ടിൽ വെച്ചോളൂ, വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ചെയ്തോളൂ. ലക്ഷ്മി ദേവി വന്നിട്ട് എന്താ പ്രശ്നം ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ശരി തരട്ടെ, മാറി നിൽക്കുന്നിട്ട്. അങ്ങനെ ഈ ശംഖ് വാങ്ങി വീട്ടിൽ വയ്ക്കുക. അങ്ങനെ നമ്മൾ ആ ശംഖ് ബുക്ക് ചെയ്യുക. ആ ശംഖ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരും തുടങ്ങി. അങ്ങനെ ശംഖ് വാങ്ങി വെച്ചാൽ ലക്ഷ്മി ദേവി കയറി വന്ന് നിങ്ങളുടെ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ കുഞ്ഞോട്ടൻ ശംഖ് വാങ്ങി വീട്ടിൽ വെച്ച് രാവിലെ ആകുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിലുണ്ട് ഒരു സ്ത്രീ വരുന്നു. ചോദിച്ചു ആലോചിച്ചപ്പോൾ ഞാൻ ലക്ഷ്മി ദേവിക്കാണ് ഇവിടെ ശംഖില്ല മറ്റേ ഉണ്ട്, അങ്ങോട്ട് കയറ്റാണ് കേട്ടോ. ലക്ഷ്മി ദേവി കയറി അവിടെ ഇരുന്നു. അപ്പം കുഞ്ഞോട്ടിന് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ശംഖിന് 5500 റുപ്യായി. ഇതും പറഞ്ഞിരിക്കുക നമ്മൾ. കാരണം എന്താ, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും ദുരിതങ്ങളാണ്. നമ്മുടെ ഈ പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർക്കെന്താണ്, അവർക്ക് ഇതുപോലെ ജീവിക്കലാണ് പ്രധാനം. അവരുടെ കയ്യിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ വന്നു ചേരുന്നതെങ്കിൽ ലോകത്തിന് ഉണ്ടാക്കുക അവർ അത് വിറ്റ് ജീവിക്കും. അതുകൊണ്ട് ഈ കർമ്മഠനായിട്ട് നമ്മളങ്ങനെ പോകരുത്. ചെയ്യാൻ പറയുന്നത്, ജപിക്കാൻ പറയുന്നത്, കീർത്തിക്കാൻ പറയുന്നത്, തീർത്ഥാടനം ചെയ്യാൻ പറയുന്നത്, ദാനം ചെയ്യാൻ പറയുന്നത് ഒക്കെ നമ്മുടെ അന്ധക്കരണം ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യാദികളാകുന്ന ഷഡ് വൈര ശത്രുക്കളെ, ഈ ദുരിതങ്ങളെ നീക്കി നമ്മുടെ മനസ്സ് നിർമ്മലമായി സ്വച്ഛമായി സുന്ദരമാവുമ്പോൾ നമുക്ക് ഈ ലോകം സുന്ദരമായി കാണാൻ സാധിക്കും. ആരുമായിട്ട് നമുക്ക് ശത്രുത തോന്നില്ല. എല്ലാവരിലും നമുക്കൊരു ഈശ്വരത്വം കാണാൻ സാധിക്കും. എല്ലാറ്റിലും നന്മ കാണാൻ സാധിക്കും. അത് ഉള്ളു തെളിയുന്നതിനനുസരിച്ചിട്ടാണ്. ഉള്ളു എത്ര കണ്ട് കാലുവിഷയങ്ങൾ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ആരും വിശ്വാസം വരില്ല. കള്ളൻ അതാ ഗുണം. എല്ലാവരും നമ്മൾ വിശ്വസിക്കുക. എന്താ കാരണം? ഉള്ളു ശുദ്ധിയല്ല. അപ്പോൾ ഈ നാമം ജപിക്കാൻ പറയണത്, വേദത്തിലെ ക്രിയ ചെയ്യാൻ പറയണത്, പൂജ ചെയ്യാൻ പറയണത് ഒക്കെ അതിനാണ്. ഇപ്പോൾ സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഓരോ പൂജകളൊക്കെ പറയണില്ലേ? നവാഹം, ഭാഗവത സപ്താഹം ഒക്കെ നടക്കുന്ന സമയത്ത് അതിലെ ഓരോ പൂജകളെ പറയാം. ആ പൂജ ചെയ്യോ, ഈ പൂജ ചെയ്യോ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ? അതിപ്പോൾ ആചാര്യന്മാർക്ക് ദക്ഷിണ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളിപ്പോൾ കൊടുക്കണം തോന്നില്ല, കൊടുക്കണ്ട. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശാസ്ത്രശ്രവണം ചെയ്യുമ്പോൾ ഈ കർമ്മം കൊണ്ട് വേദത്തിൽ പറയുന്നതായി ഇത്തരത്തിലുള്ള ധാർമ്മികമായ ഭാഗവതത്തിൻ്റെ മര്യാദയ്ക്ക് അകത്തു നിന്ന് ചെയ്യാവുന്ന പൂജകളൊക്കെ ചെയ്യാം. അപ്പുറത്തേക്കുള്ളൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഉണ്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമ്പ്രദായത്തിൽ നിന്നിട്ടുള്ള പൂജാദികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനോട് അങ്ങനെ അങ്ങോട്ട് പോകും. ഭഗവാൻ ഇതാ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടേക്ക് വരികയാണ്. ഇത്തരം ശ്രദ്ധയിലൂടെ നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രത വന്ന് ചിത്തം ശുദ്ധമാകുന്ന സമയത്താണ് ഭാഗവത ശ്രവണം നമുക്ക് അനുഗ്രഹമാകുക.
അപ്പോൾ അതിനാണ് ഈ പദ്ധതിയൊക്കെ ഇതിനിടയ്ക്ക് വെച്ചിട്ടുള്ളത്. പഴയ കാലത്ത് ഇപ്പോൾ പരീക്ഷത്തിനിപ്പം പുഷ്പാഞ്ജലി പരീക്ഷത്ത് കളിച്ചൊന്നും ചോദിക്കരുത്. കാരണം പരീക്ഷത്തിന് പുഷ്പാഞ്ജലി ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഏതാണ്ട് കുറച്ച് ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന് ഉപദേശം നേരിട്ട് അങ്ങോട്ട് പകർന്നു കൊടുത്താൽ മതി. കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ ചിത്തത്തിൻ്റെ ആ ഒരു ശുദ്ധിക്ക് കുറവ് വരുന്നതനുസരിച്ച് മറ്റ് പദ്ധതികളൊക്കെ വേണ്ടി വരും. പക്ഷെ അത് കുറച്ച് കടന്നു പോയിട്ടുണ്ടോ സംശയം, അത് വേറെ വിഷയം, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നാരദർ പറഞ്ഞു, എന്താ ഉണ്ണികുമാര ഇങ്ങനെയാണ്, അത് ഏതു നേരം ഈ കർമ്മം വലിയ കർമ്മങ്ങൾ ചെയ്തിട്ട് നീ ഇപ്പോൾ ഈ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് നിനക്ക് അനുഗ്രഹം പുണ്യമാണോ പാപമാണോ ഉണ്ടായതെന്ന് നിനക്കറിയോ? നീ ഇപ്പം എത്ര ഈ യാഗങ്ങൾ ചെയ്തു അല്ലേ? ഓരോ അവിടെയും ഒരു ഭൂമിയിൽ യാഗം ചെയ്യണു, വേറെ ഭൂമിയിൽ യാഗം ചെയ്യണു. ഇങ്ങനെ യാഗം ചെയ്യുന്ന സമയത്ത് എത്ര ജന്തുക്കൾക്ക് ഉപദ്രവം ഉണ്ടാവാനുണ്ട്. ആ ഉറുമ്പുകൾ ഇങ്ങനെ എരിച്ചു പോകുമ്പോഴാണ് അവിടെ നീ യാഗം ചെയ്ത് ആ തീയിൽ പെട്ട് ആ ചൂടിൽ പെട്ടിട്ട് ആ ഉറുമ്പുകൾ ചത്തുപോയി. അതിൽ സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിൽ എത്ര ജന്തുക്കൾ ചാവുന്നുണ്ട് അല്ലേ? ആ വിറകിൽ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രാണിണ്ട്, അത് അതിൽ വന്ന് ചത്തു. ഇതെന്തെല്ലാം അപ്പം നമ്മൾ അറിഞ്ഞിട്ടാണെങ്കിൽ അറിയാണ്ടാണെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവണ്ടേ? അങ്ങോട്ട് നടന്നു കാലിലടി പെട്ടിട്ടൊക്കെ ചാവണില്ലേ? അത് എന്തിൻ്റെ പേരിലാണ്? ഈ യാഗത്തിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ഓരോ ജന്തുക്കളെ ചവിട്ടി കൊല്ലണില്ലേ? അപ്പോൾ അത് പാപമാണ് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ പാപം തന്നെയാണ്. അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പഞ്ചമഹായജ്ഞങ്ങൾ അതിൻ്റെ ഒക്കെ പോരായ്മ ഒക്കെ നമുക്ക് നികത്താം. പക്ഷേ ഈശ്വര പൂജയുടെ പേരിൽ നമ്മൾ ഈ ജന്തുക്കളെ കൊല്ലുമ്പോൾ അതുകൊണ്ട് നമുക്ക് പുണ്യവും പാപമാണോ കൂടുതൽ ഏറെ ചോദിച്ചു കഴിഞ്ഞാൽ പാപവും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് ഈ കണ്ട ഈ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങൊന്ന് നോക്കി നോക്കൂ. നാരദരെ തൊട്ടിട്ടൊന്ന് നോക്കിയിട്ടേ. നാരദരെ തൊട്ട് നോക്കിയ സമയത്ത് ഈ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അറിയാതെയൊക്കെ ചെയ്തു പോയ ഒരുപാട് ജന്തു പ്രാണികളൊക്കെ മരിച്ചു പോയൊക്കെ തന്നെ നോക്കി നിൽക്കുക. നീ ഇങ്ങോട്ട് വേണം, നിന്നെ ഞാൻ ശരിയായി തരാമെന്നുള്ള ഭാഗത്തിൽ കുത്താൻ വേണ്ടി നിൽക്കുക. അത്ര ആരെ ഈ പ്രാചീന വർഗീസനെ അദ്ദേഹം പേടിച്ചു പോയി. എന്താ നാരദരെ ഞാൻ ഈ കണ്ടത്? അതന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? നരകങ്ങൾ തനിക്ക് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നാ. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് എനിക്ക് അന്ധകരണശുദ്ധി ഏതാണ്ട് ആയിക്കഴിഞ്ഞാൽ ഈ പണി നിർത്തിയിട്ട് വേഗം ശാസ്ത്രശ്രവണം ചെയ്യാൻ അങ്ങ് പരിശ്രമിക്കണം. ഇങ്ങനെയാണ് ആ മഹാത്മാവിന് ഈ തത്വങ്ങൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ഭാഗങ്ങളൊക്കെ ആത്മതത്വോപദേശമൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയും. അതുകൊണ്ട് ആ മഹാത്മാവ് പറയാണ്, ഹേ രാജാവേ, പ്രജേതസ, എന്താണ് അവനവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെയാണ് തിരുത്തേണ്ടത്. നോക്കൂ, വേറെ ആർക്കും പോവില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കർമ്മഫലം ആർക്കുള്ളതാണ്? അന്യകർത്തുഫലം രാജൻ ഉപഭുക്തേ കഥാജന ഇമാനി തവ ദൃശ്യന്തേ ഫലാനി വതതാംബര എന്നൊക്കെ പറയും ശാസ്ത്രം. എന്താ പറയണത്? ഒരുത്തൻ ചെയ്യുന്നതിൻ്റെ ഫലം വേറൊരുത്തൻ അനുഭവിക്കില്ല. അന്യകർത്തുഫലം രാജൻ ഉപഭുക്തേ കഥാചന ഇമാനി തവ ദൃശ്യന്തേ ഫലാനി വതതാംബര. വെച്ചാൽ ഒരാൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം വേറൊരാൾ അനുഭവിക്കില്ല. ഈ സിദ്ധാന്തം മനസ്സിലാക്കി വെച്ചോളാം. അടിവരട്ടിട്ട് അണ്ടർലൈൻ ചെയ്തോളാം. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? പിന്നെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അല്ലേ? താൻ അനുഭവിച്ചിടുകന്നേ വരൂ. മുമ്പൊക്കെ അനുഭവിച്ചിടും, ഇപ്പൊ താൻ്റെ മുമ്പ് അങ്ങനെയാണ് എഴുതുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടുകന്നേ വരൂ. ഇപ്പൊ ഏതോ ഒരു കുഞ്ഞോട്ടൻ പാടി അച്ഛനെ നോക്കിയിട്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടുകന്നേ വരൂ. അച്ഛൻ ചാടിപ്പോയി. അത് നമുക്ക് പാടാൻ എളുപ്പമാണ്. അവനവൻ ചെയ്തതെന്ന് അച്ഛനൊന്നല്ല, അവനവൻ ചെയ്തത് അവനവൻ തന്നെ അനുഭവിക്കണം. പണ്ട് വാൽമീകിയുടെ ഒരു കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വാൽമീകി ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അധർമ്മം ചെയ്തു, മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അധർമ്മം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, പിന്നെ മക്കളെ നല്ല നിലയിലാക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എൻ്റെ കടമയല്ലേ അവളുടെ ആഗ്രഹങ്ങൾ. അപ്പം എനിക്ക് ചെറിയ തെറ്റൊക്കെ ചെയ്യേണ്ടി വന്നു. ഒരു ന്യായമില്ലേ? അമ്മൂട്ടിയമ്മ സ്വർഗത്തിലേക്ക് പോകും, മേൻ വഴി മാറ്റി വിടും ചിത്രഗുപ്തൻ അവിടെ നിന്ന്. അയ്യോ, ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അപ്പം ഞാൻ ഇവളുടെ കൂടെ. അപ്പം ഭർത്താവ് നരകത്തിൽ പോകും, അമ്മൂട്ടിയോട് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്, നീ നിന്റെ കൂടെ കിട്ടുന്നു. ഞാനില്ല, ഞാൻ നിങ്ങളുടെ കൂടിയതേ ദുരിതം അനുഭവിക്കാനല്ല, സുഖം അനുഭവിക്കാനാ. അല്ലേ? ഞങ്ങൾ ന്യൂ ജൻ, ഞങ്ങൾ പഴഞ്ചൻ. അതാണേ.
അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ചെയ്യുന്നതിന്റെ കർമ്മഫലം വേറെ അതൊക്കെ വെറുതെ വിചാരിക്കട്ടോ. അപ്പൊ ഒരാൾ പറഞ്ഞു അങ്ങനെയൊന്നല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മഫലം വേറെ ആൾക്കാരൊക്കെ അനുഭവിക്കും. എന്താ അത്? ഇപ്പൊ തോണിയിൽ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോളൂ, ഒരു 10-20 ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ഒരുത്തൻ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മറ്റേ ആൾക്കാരോട് ഇരിക്കണം, അവിടെ അടങ്ങിയിരിക്കും, അവിടെ നിൽക്കി, ഞങ്ങളെ ഇത് വിടുകയറേ. അപ്പൊ അവൻ ഏതാണ്ട് എന്തോ മറ്റെന്തോ കഴിച്ചിട്ട് തോന്നുന്നു. അവൻ പാട്ട് പാടുന്നു, ഇളകുന്നു, മറ്റേതാക്കുന്നു, ആകെ കൂടെ അവസാനം തോണി ഇവന്റെ ആൾക്കാരൊന്നും നിന്നെ ഇങ്ങനെ അടിച്ചും ഇരിക്കണം അവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അവസാനം അവൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അവസാനം തോണി പറഞ്ഞു ഒക്കെ കൂടെ പോയി. ആ തോണിയിൽ ഇരുന്നിട്ടാണ് ഈ ആചാരം പറഞ്ഞത്, അവനവൻ ചെയ്യുന്ന ഫലം അവനും മാത്രമേ അനുഭവിക്കുള്ളൂ. അപ്പോൾ ആൾക്കാർ വന്ന് വെള്ളം മുങ്ങി പൊങ്ങുമ്പോൾ ആൾക്കാർ വന്ന് ആചാരം വന്ന് നിന്നെ കരയിൽ കെട്ടിയിട്ട് കാണിച്ചു തരാൻ പോകും. വെള്ളം ഒരു കവള് വെള്ളം കുടിക്കുക എന്നിട്ട് പൊങ്ങാൻ, എന്നിട്ട് ആചാരോട് പറയാൻ ജീവൻ ബാക്കി ഒന്നുണ്ടെങ്കിൽ നിന്നെ മുക്കിക്കൊള്ളുന്നു പറഞ്ഞാൽ അവൻ ചെയ്ത് തോന്നിയ ദിവസം ഞാൻ എങ്ങനെയാണ് അനുഭവിച്ചത്. അപ്പോൾ ആചാരം പറഞ്ഞു ഞാനും വെള്ളം കുടിക്കണം, നീ കാണുന്നില്ലേ? എന്താ കാര്യം? സംഗതി സിദ്ധാന്തമാണ് ശരി. എന്താ അത്? ഞാൻ ചെയ്ത കർമ്മഫലം വേറെ ഒരാൾ അനുഭവിക്കില്ല. അപ്പോൾ പിന്നെ ഈ കൂട്ടർ ഇവൻ്റെ തോന്നിയാസം കാരണം അവരും വെള്ളത്തിൽ വീണതോ? ഈ സമയമാകുമ്പോൾ എന്താണ് 8:55 ആകുമ്പോൾ ഈ പുഴയിൽ വീണിട്ട് കുറച്ച് 4-5 കവള് വെള്ളം കുടിക്കാനുള്ള യോഗം ഇവനുണ്ട്. അപ്പം മറ്റവൻ ആ തോണിയിൽ കയറാൻ തോന്നും. ഈ കൂട്ടരൊക്കെ ആ തോണിയിൽ കയറും. അവരൊക്കെ കയറുന്നുണ്ട്. അവൻ ഉള്ളിൽ നിന്ന് മറ്റേ ആൾ പറയുന്ന മുക്കല്ലേ, മുക്കിക്കോളൂ, അവൻ മുങ്ങും. അതിൽ വെള്ളം കുടിക്കാൻ യോഗം ഇല്ലാത്തവൻ ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് കരയിൽ കയറും ചെയ്യും. അവൻ ചോദിക്കും നിജി നീന്താന്ന് പഠിച്ചിട്ടില്ലല്ലോ, ഇത് നിജി എങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയില്ല, ഞാൻ ഇവിടെ എത്തി. ഞാൻ ഏതോരുത്തൻ്റെ പുറത്ത് കയറിയിട്ട് അവൻ വെച്ചു. അത് നീന്താൻ അറിയണ എന്തു വഴി കിടന്നു. ഇപ്പം അതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫല. നമ്മൾ വേറൊരാൾ കുറ്റം പറയാം, അവൻ കാരണമാണ് ഞാൻ എന്ന് പറയണം. ഒരു കാരണമില്ല, അവൻ നിമിത്തം മാത്രം അല്ലേ. പോസ്റ്റ്മാൻ അല്ലേ, പോസ്റ്റ്മാൻമാരാണ് ഇവരെല്ലാവരും. ഭാര്യ പോസ്റ്റ്മാനാണ്, ഭർത്താവ് പോസ്റ്റ്മാനാണ്, മക്കൾ പോസ്റ്റ്മാൻമാരാണ്, സുഹൃത്തുക്കൾ പോസ്റ്റ്മാൻമാരാണ്, അയൽവാസികൾ പോസ്റ്റ്മാൻമാരാണ്, എല്ലാവരും പോസ്റ്റ്മാൻമാരാണ്. നമ്മളെ കയ്യിലേക്ക് കൊണ്ടുത്തരുക മാത്രമാണ് അവരുടെ കടമ. നമുക്ക് അനുഭവിക്കാനുള്ളത് അത് അതിൽ സന്തോഷ വർത്തമാനാണോ അതിൽ ദുഃഖ വർത്തമാനാണോ നമുക്കറിയില്ല അല്ലേ. പോസ്റ്റ്മാൻ വന്നിട്ട് കത്ത് കൊണ്ടു തന്നു, കമ്പി. ഒരു മൊബൈലിൽ കൊണ്ട് ആ സാധനം നമുക്ക് കേൾക്കാനില്ലേ അല്ലേ, കമ്പിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞപ്പം നേരിട്ട് മെസ്സേജ് ആക്കി. അപ്പോൾ പണ്ട് അത് കമ്പിയാണ്, എന്താ നിൽക്കുന്ന അറിയാം. എന്തായാലും കമ്പി എന്ന് വെച്ചാൽ ഞാൻ ഏതോ കമ്പി അന്വേഷിച്ച് നിൽക്കുക. അപ്പോൾ അയാൾ കഷ്ണം ക്ലാസ് കിട്ടിയത് ഇത് കമ്പിയാണ്. അപ്പോൾ അല്ലേ മറ്റേ മകൻ ഒപ്പിട്ട് വാങ്ങി നോക്കി. അപ്പോൾ പോസ്റ്റ്മാൻ നിൽക്കുക. അപ്പോൾ മമ്മൂട്ടി വായിച്ചപ്പോൾ എന്താ ദൂരെയുള്ള ഭർത്താവ് ഏതാണ്ട് എന്തോ വയ്യാണ്ട് ചെയ്യുന്നു ഗൾഫിലുള്ള. മമ്മൂട്ടിയമ്മയ്ക്ക് അതാവും മറിഞ്ഞു വീണു. ദുഷ്ട പോസ്റ്റ്മാൻ നോക്കിയിട്ട് നീ എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയല്ലോ. കൊച്ചോട് ഞാനെന്ത് ചെയ്തു? പോസ്റ്റ്മാൻ ഞാനെന്ത് ചെയ്തു? അതായത് നമ്മൾ ഈ സമയത്ത് ദുഃഖം അനുഭവിക്കാൻ യോഗണ്ടേ, ആ ദുഃഖം നമ്മളിലേക്ക് എത്തിക്കുന്ന കടമ മാത്രമാണ് ഈ പോസ്റ്റ്മാൻ. വെച്ചാൽ ആ സന്തോഷ വർത്തമാനമാവാം, ദുഃഖ വർത്തമാനമാവാം, അഭിമാനമുണ്ടാക്കുന്ന വാർത്തകളാവാം, അല്ലെ അപമാനമുണ്ടാക്കുന്ന വാർത്തകളാവാം. അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ആ സമയത്ത് അനുഭവിക്കാനുള്ളവരാണ്. അതിൽ ഈ പോസ്റ്റ്മാന് യാതൊരു പങ്കുമില്ല. ഇതേപോലെ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ. നമുക്ക് ഭർത്താവ് മുഖേന ദുഃഖം അനുഭവിക്കാൻ യോഗമുണ്ടോ, ഭാര്യ മുഖേന ദുഃഖം അനുഭവിക്കാൻ യോഗമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭർത്താവിനെ കിട്ടും, ഭാര്യയെ കിട്ടും, മക്കളെ കിട്ടും, ഇത്ര തന്നെയാണ്. നമുക്ക് തോന്നുന്നത് അവൻ കാരണമാണ് ഞാനിങ്ങനെയായത്, അവള് കാരണമാണ് ഞാനിങ്ങനെയായത്, എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെയായി എന്നൊക്കെ കാര്യമില്ല. നീ ഇങ്ങനെ ആവാനാ യോഗം, അതുകൊണ്ട് നിനക്ക് പറ്റിയ അച്ഛനമ്മയെ കിട്ടി. അതാണ്. അല്ലാണ്ട് അച്ഛനും അമ്മേൻ്റെ പോരായ കൊണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നല്ല. നമ്മൾ പറയാറുണ്ടല്ലേ മറ്റേ എൻ്റെ കൂടെ ഉള്ളവനൊക്കെ എത്ര യോഗ്യം എന്ന് പറയാം, അവൻ്റെ അച്ഛനമ്മയൊക്കെ എത്ര വലിയ യോഗ്യന്മാരാണ്, എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നീ ഇങ്ങനെ ആവാൻ യോഗം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അച്ഛനമ്മയും കിട്ടിയത്. നമ്മൾ പറയില്ലേ വിധിയെ തോൽപ്പിച്ചു. വിധിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അവിടെ പത്രത്തിലൊക്കെ ആകുമ്പോൾ കാണാം വിധിയെ തോൽപ്പിച്ചു കുഞ്ഞൂട്ടൻ എന്നൊക്കെ. ഏത് കുഞ്ഞാൽ എന്ത് വിധിയെ തോൽപ്പിച്ചു? എല്ലാം വിധിയാണ്. ഇത് ഒരാൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും വൈകല്യമായിട്ട് ജനിക്കുന്നതും ആ വൈകല്യത്തെ മറികടന്ന് അവൻ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നതും എല്ലാം കർമ്മഫലമാണ്. അതും അവൻ്റെ കർമ്മത്തിലുണ്ട്, അവൻ്റെ വിധിയാണ്. ആ ന്യൂനതയെ അവൻ മറികടന്നും അവൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളതും അവൻ്റെ വിധിയാണ്. അല്ലാണ്ട് വിധിയെ പാസിക്കെടുക്കുക എന്നുള്ളത് നമുക്ക് ഇതൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണ്.
അതുകൊണ്ടെല്ലാം നമ്മൾ നേടി വെച്ചതാണ്. നമ്മൾ നേരത്തെ അക്കൗണ്ടിൽ ഇട്ട് വെച്ചത് നമ്മൾ ഇങ്ങനെ എടുക്കുക, അനുഭവിക്കുക, എടുക്കുക, അനുഭവിക്കുക. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. നല്ലത് അനുഭവിക്കാനുള്ളത് ഇട്ടുകൊള്ളുക അക്കൗണ്ടിലേക്ക്. നല്ലത് അനുഭവിക്കാൻ ആഗ്രഹമുള്ളത് അതിനനുസരിച്ച് കർമ്മഫലങ്ങൾ ഇട്ടുകൊള്ളുക, സത്കർമ്മങ്ങൾ ചെയ്യുക, സദാചാരങ്ങൾ. അപ്പൊ അതുകൊണ്ട് പറയാണ് എന്താണ്, അന്യകർത്തൃഫലം രാജൻ ഉപഭുക്തേ കഥാചന. ഹേ രാജാവേ, എന്താണ്, ഒരുത്തൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം വേറൊരുത്തന് അനുഭവിക്കില്ല, അത് മാറിപ്പോവില്ല, അവിടുത്തെ കമ്പ്യൂട്ടർ തെറ്റില്ല. നമുക്ക് ചിലപ്പോൾ അഡ്രസ്സൊക്കെ മാറിപ്പോയി എന്ന് വരും അല്ലേ, വേറെ ആൾക്കാർക്കുള്ളതൊക്കെ വേറെ വീട്ടിലേക്ക് എത്തി എന്നൊക്കെ വരും, അഡ്രസ്സ് തെറ്റിപ്പോയിട്ട് അല്ലേ. അക്കൗണ്ടിൽ നമ്മൾ മൊബൈലിലൊക്കെ ക്യാഷ് അയക്കണമെങ്കിൽ വേറെ ആൾക്ക് പോയില്ലേ, എൻ്റെ അക്കൗണ്ടിലേക്ക് കുറെ കാശ് 25,000 രൂപ വന്നു, അതൊന്നും അവിടെ ഇല്ല, അവിടെ കൃത്യമാണ്. യഥാ ധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം എന്നാണ്. ആയിരക്കണക്കിന് പശുക്കളുടെ ഇടയിൽ നിന്ന് പശുക്കുട്ടി തന്റെ മാതാവിനെ കണ്ടെത്തുന്നത് പോലെ, ആയിരക്കണക്കിന് പശുക്കളുടെ ഇടയിൽ നിന്ന് പശുക്കുട്ടി തന്റെ മാതാവിനെ കണ്ടെത്തുന്നത് പോലെ നമ്മളെ എവിടെ പോയി ഒളിച്ചാലും കർമ്മഫലം നമ്മളെ തേടിയെത്തും. എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല. ചെന്നൈക്ക് പോയിട്ടും കാര്യമില്ല, മുംബൈക്ക് പോയിട്ടും കാര്യമില്ല. നമ്മൾ ആളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കർമ്മഫലം നിൽക്കുന്നുണ്ടാവും. ആ ഒന്നുമില്ല കുഞ്ഞോട്ടാ, ഞാൻ കുറഞ്ഞ അറിയിക്കുന്നു, ഐ വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിന്ന് കാറ്റ് നിൽക്കണം. അറിയില്ലേ? അതുകൊണ്ട് കണ്ടില്ലേ, ഓരോരുത്തരുടെ കർമ്മഫലം അനുഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഓരോരുത്തർ അനുഭവിക്കുന്നതേ വന്നു വീഴും. നമ്മൾ എവിടെ പോയാലും നമുക്കത് കിട്ടും. അതാണ്. ഏതോ റോഡിലൂടെ റോഡിന്റെ ഒരു ഓരത്തു കൂടെ ഒരു കാരണവർ നടന്നു പോവുക, ഭാര്യയും ഭർത്താവും കാരണവർ. ഏതോ ഒരു കടയുടെ സൈഡിലൂടെ അങ്ങ് നടന്നു പോവുക. ഒരു റോഡിന്റെ ആ ഒരു ഡിവൈഡർ കഴിഞ്ഞ് അപ്പുറത്തെ ഭാഗത്തൂടെ പോകുന്ന ഏതോ ഒരു വണ്ടിയുടെ ചക്രം അവിടുന്ന് തെറിച്ച് ഉരുണ്ട് ചാടി മറിഞ്ഞ് മരത്തിന്റെ ചില്ലേന്റെ ഇടയ്ക്കൂടെ ചാടി വന്ന് ഇപ്പുറത്തേക്ക് വന്ന് ഈ റോഡ് മുറിച്ച് കടന്ന് ഈ കാരണവരുടെ തലയ്ക്ക് ഒരു ടയർ ഒറ്റയടി. അതാ കിടക്കുന്ന ആള്. അപ്പൊ തോന്നുന്നു കണ്ടിട്ടുണ്ടോ വീഡിയോയിലല്ലേ? വീഡിയോ കണ്ടിട്ടില്ലേ? ഉണ്ടായിരുന്ന വീഡിയോ. അയാൾ നോക്കി വന്നത് ആ ചക്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ റോഡ് കടന്ന് അപ്പുറത്തെ ഡിവൈഡർ കടന്ന് അപ്പുറത്തെ റോഡിലൂടെ പോകുന്ന ഏതോ ഒരു വണ്ടിയുടെ ചക്രം അവിടുന്ന് ഊരി തെറിച്ച് അവിടുന്ന് ആ ചക്രം അന്വേഷിച്ച് വരിക ഇയാള്. എന്ന് ആലോചിച്ച് നോക്കണം. ആ ചക്രം അന്വേഷിച്ച് വന്ന് ചാടി 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 വന്ന് ആ ഡിവൈഡറിന്റെ ഇടയ്ക്ക് രണ്ട് റോഡിന് നടുക്ക് നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ലേന്റെ ഇടയിൽ കൂടെ ചാടി കയറി വന്ന് ഈ റോഡിലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാഹനത്തിന് മുട്ടാതെ, കാരണവരാണ് ലക്ഷ്യം. അങ്ങോട്ട് നേരെ ചാടി വന്ന് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ വന്ന് ആ റോഡിന്റെ ആ കടയുടെ ഓരത്തു കൂടെ പോകുന്ന അദ്ദേഹത്തിന്റെ പിന്നുകൂടെ വന്ന ഒരു ചെടി നോക്കണേ. കർമ്മഫലം. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം. ആയിരക്കണക്കിന് പശുക്കളുടെ ഇടയിൽ നിന്ന് പശുക്കുട്ടി തന്റെ മാതാവിനെ കണ്ടെത്തുന്നത് പോലെ പശുക്കുട്ടിക്ക് അമ്മയെ മറന്നുപോയില്ല, മാറിപ്പോയില്ല. നമ്മളിപ്പോ ഈ അടുത്ത് കണ്ടതാ ഒരു ഫാമില്. പശുക്കള് ഒരു ഭാഗത്ത്, കുഞ്ഞുങ്ങൾ വേറൊരു ഭാഗത്താ. എന്നിട്ട് ഈ പശുക്കളെ തുറന്നു വിടുക. അത് പറഞ്ഞ ഒരു സെക്കൻഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ തുറന്നു വിടും. ഈ കുട്ടികളെല്ലാം കൂടെ ഓടിപ്പോയിട്ട് ഈ ആയിരക്കണക്കിന് പശുക്കളുടെ ഇടയിലൂടെ അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോട്ടി അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോട്ടി അതെൻ്റെ അമ്മയുടെ അകത്ത് പോയിട്ട് പാലോടിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ഈ ഋഷിമാർ ഈ പറഞ്ഞതിനെ ആലോചിച്ചത് എന്തൊരു വീക്ഷണമാണ് ഈ ഋഷീശ്വരന്മാർക്ക് അല്ലേ. അവർ ഈ പ്രകൃതിയെ നിരീക്ഷിച്ച് പഠിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അതാണ് നമുക്ക് അല്ലേ ദൃഷ്ടാന്തങ്ങളായിട്ട് പറഞ്ഞു തരുന്നത്. അവർക്ക് മാറിപ്പോയില്ലേ അവരുടെ അമ്മയെ? നമുക്ക് നമ്മുടെ അമ്മ എത്ര വേണം മാറിപ്പോയി. നമുക്ക് നമ്മുടെ അമ്മ എത്ര വേണം മാറിപ്പോയില്ലേ? ഏതോ ഒരു അമ്മയുടെ സൈഡ് കൈ പോയി പിടിച്ചിട്ട് സോറി സോറി. ഇതുപോലെ അമ്മൂട്ടിയുടെ കൈക്ക് വേറെ ഏതോ അമ്മൂട്ടിയുടെ കൈ പോയി പിടിച്ച മേനുണ്ട്. അത് അതിനേക്കാൾ അപകടം. അമ്മ മാറിപ്പോയിച്ചിട്ട് വലിയ കുഴപ്പമില്ല, അത് അതിനേക്കാൾ അപകടം. അപ്പൊ നമുക്കിതൊക്കെ മാറിപ്പോവും, പക്ഷേ ഇവർക്ക് മാറില്ല എന്നാ. അപ്പൊ അതുപോലെ കർമ്മഫലം നമുക്ക് മാറിപ്പോവില്ല, അത് സമയമാകുമ്പോൾ വരുന്ന. അതുകൊണ്ട് രാജാവെ ശ്രദ്ധിച്ചോളൂ. ഈ തത്വം രാജാവിന് പറഞ്ഞു കൊടുത്തു ആ പ്രാചീന ബർഹിസന്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ മഹാത്മാവ് ചോദിച്ചു, ഹേ മഹാത്മാവേ, ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്. ഈ പരീക്ഷത്ത് ചോദിച്ചു, ഗുരുനാഥ, ഈ പ്രാചീന എന്താ പറയുന്നത്, ഈ സ്വയംഭൂമനുവിൻ്റെ ഒരു മൂത്ത പുത്രൻ പ്രിയവ്രതൻ, അദ്ദേഹം രാജ്യം ഒന്ന് പരിപാലിക്കാൻ താല്പര്യമില്ല എന്നുകൊണ്ട് കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഉത്താനവാദനാണ് രാജ്യം പരിപാലിച്ചത്. അദ്ദേഹത്തിൻ്റെ പുത്രനാണോ ധ്രുവൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ. അപ്പോൾ ആ പ്രിയവ്രതൻ എന്ന് പറയുന്ന മഹാത്മാവ് കാട്ടിൽ പോയിട്ട് അദ്ദേഹം പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒക്കെ ചെയ്തത്? അദ്ദേഹം വലിയ ഋഷിയായിട്ട് മാറിയോ?
അദ്ദേഹത്തിൻ്റെ ഒരു ഇത് എങ്ങനെയായിരുന്നു? അദ്ദേഹം കാട്ടിലൊക്കെ പോയിട്ട് വലിയ ഈശ്വര വിചാരമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. എന്നിട്ടല്ലേ അപ്പോൾ എല്ലാവരും വേഗമായി ഭക്ഷണം കഴിക്കുക. ചായക്ക് ശേഷം നമുക്ക് ആ ഭാഗം പറയാം. എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ചു. തുടർന്ന ഭാഗം പ്രിയവ്രതൻ. ആ പ്രിയവ്രതൻ്റെ ഒരു മഹത്വം, അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ഋഷഭൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ്, ആ പരമ്പരയിലുള്ള ഭരതൻ എന്ന് പറയുന്ന മഹാത്മാവ്, ഇതൊക്കെയാണ് നമുക്കിനി ചിന്തിക്കാനുള്ളത്. ശരി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,